മാഡം നമ്മളിപ്പോ എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? ഈ ഇംഗ്ലീഷിന്റെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചപ്പോ അല്ല, അതിനു മുൻപ് പറഞ്ഞത് നിങ്ങൾ സംസാരിക്കുമ്പോൾ കുറെ തെറ്റ് വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ 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 സാർ. ഓക്കെ. പക്ഷെ എഴുതുമ്പോ തെറ്റ് വരുന്നില്ല എന്നും പറഞ്ഞു. കാരണം എഴുതുമ്പോ നമുക്ക് സമയം കിട്ടും അത് കറക്റ്റ് ചെയ്യാനായിട്ട്. ഒരു അടുത്ത വാക്ക് എഴുതുമ്പോ ആലോചിച്ചിട്ട് എഴുതിയാൽ മതി. പക്ഷെ സംസാരിക്കുമ്പോ അങ്ങനെ ആലോചിച്ച് നിൽക്കാനുള്ള സമയമൊന്നും കിട്ടുമൊന്നുമില്ല. അപ്പൊ നമ്മൾ സ്പീഡിൽ പറഞ്ഞു വരുമ്പോ തെറ്റാണെങ്കിലും അങ്ങോട്ട് വന്നു പോകും. ഇതാണ് സംസാരിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം. തെറ്റ് വരും. അങ്ങനെ തെറ്റ് വരാതെ നമുക്ക് സംസാരിച്ച് തുടങ്ങാനും പറ്റൂലല്ലോ. തുടക്കത്തിലെ എങ്ങനെയാലും തെറ്റ് വരും. അതുകൊണ്ട് തെറ്റോടുകൂടെ പറഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ പേര് ബ്രോക്കൺ ഇംഗ്ലീഷ് എന്ന പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അങ്ങനെ എന്നും തെറ്റ് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയാവോ? പറ്റൂല. നമ്മൾ കറക്റ്റ് ചെയ്യണം. ഈ കറക്റ്റ് ചെയ്തത് ഒരു പ്രാവശ്യം കറക്റ്റ് ചെയ്താൽ പോരാ. നമ്മൾ കറക്റ്റ് ചെയ്തത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇവിടെ പറയണം, ഈ ഗ്രൂപ്പിൽ പറയണം. അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ആൾക്കാരെ ഫോണിൽ വിളിക്കണം ഈ ഗ്രൂപ്പിൽ വന്നിട്ട്. അപ്പോ മാഡം ഒരു ദിവസം എത്ര ആൾക്കാരെ വിളിക്കും സാധാരണ? 3 or more നല്ലതാണ്. പക്ഷെ വേറെ ചില ആൾക്കാര് 5 പേരെ വിളിക്കും, ചിലര് 10 പേരെ വിളിക്കും, ചിലര് 15 പേരെ വിളിച്ചവരുണ്ട്. അങ്ങനെ കൂടുതൽ വിളിച്ച ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ഇംഗ്ലീഷ് തെറ്റുകൂടാതെ പറയാനുള്ള കഴിവ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ ധാരാളം ആൾക്കാരെ ഈ ഗ്രൂപ്പിൽ പരിചയപ്പെടാൻ പറ്റും. വീഡിയോ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അവർക്കെല്ലാം ഒരു കുഴപ്പമുണ്ട് മാഡം. നല്ലപോലെ പഠിച്ച ആൾക്കാർക്കുള്ള കുഴപ്പം എന്താണെന്നറിയോ? അവര് കാക്കക്കുഞ്ഞാണ് അവരെല്ലാം. വല്ലതും മനസ്സിലായോ എന്താന്ന് കാക്കക്കുഞ്ഞാണെന്ന് പറഞ്ഞത്? എന്താ? അമ്മ കൊണ്ട് കൊടുക്കുന്നത് കഴിക്കുള്ളൂ കാക്കക്കുഞ്ഞുങ്ങൾ. വായ ഇങ്ങനെ തുറന്ന് പിടിച്ചിരിക്കപ്പോഴും. അതല്ല. ഈ കാക്ക കൊണ്ടുപോയിട്ട് കുയിലിന്റെ കൂട്ടിൽ മുട്ടയിടും. എന്നിട്ട് ആ കാക്കയുടെ കുഞ്ഞുങ്ങൾ വലുതാവുമ്പോ ഈ കുയിലിനെ മറന്നിട്ട് അവര് പറന്നു പോയി കളയും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ ഗ്രൂപ്പിൽ വന്ന് ഇംഗ്ലീഷ് നല്ല സ്പീഡിൽ പറയാൻ പഠിച്ച ആൾക്കാരെല്ലാം ഈ ഗ്രൂപ്പിൽ നിന്ന് പറന്നു പോയി കളയും. അവരാരും തുടക്കക്കാരെ സഹായിക്കൂല. അതാണ് ഒരു പ്രശ്നം ഇവിടെ കാണുന്നത്. പക്ഷേ കുറച്ച് ആൾക്കാര് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ തുടക്കക്കാരെ സഹായിക്കാൻ റെഡി ആയിട്ടുള്ള കുറച്ച് നല്ല മനസ്സുള്ള കുറച്ച് ആൾക്കാർ ഈ ഗ്രൂപ്പിലുണ്ട്. അവര് മതി നമുക്ക്. പറന്നു പോയവരെല്ലാം പോയിക്കോട്ടെ. ഈ ഗ്രൂപ്പിൽ നിൽക്കുന്ന കുറച്ച് ഇന്ന് രാവിലെ ഒരു മാഡം ജോയിൻ ചെയ്തിട്ട് 1-2 ആഴ്ച ആയിട്ടുള്ളൂ. ആ മാഡത്തിന്റെ പേര് മഹീജ. കണ്ണൂരോ കോഴിക്കോടോ എങ്ങോട്ടാണ് വീട്. ഞാൻ ആ മാഡമായിട്ട് ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. അവരുടെ വീട് എവിടെയാ? അവര് കണ്ണൂരല്ലേ? അതെ, തലശ്ശേരി. തലശ്ശേരി. ആ മാഡം ഇപ്പോ ഇവിടെ വന്നിട്ട് ഗ്രാമർ പഠിച്ചിട്ട് അവര് വേറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടാ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്നിപ്പോ ഇന്നിപ്പോ വേറെ ഷാജി എന്ന് പേരുള്ള ഒരു ഓട്ടോ ഡ്രൈവർ ഈ ഗ്രൂപ്പിൽ വന്നു. മഹിജ മാഡം ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. മഹിജ മാഡം പഠിച്ച ഗ്രാമർ ആ ഷാജിക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അത് കേട്ട് ഞാനും കുറച്ച് ഗ്രാമർ മഹിജ മാഡത്തിന്റെ കയ്യിൽ നിന്ന് ഞാനും പഠിച്ചു. മനസ്സിലായോ? അത് ഞാൻ പഠിച്ചത് എനിക്ക് അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ മാഡത്തിനോട് ഇപ്പൊ പറയാം. ഡു കൂടാതെ ഹാവും ചേർത്തിട്ട് കുറെ വാക്കുകൾ നമുക്ക് ഉണ്ടാക്കാം. ഡു ഹാവ്. ആ ഡൂവിന്റെയും ഹാവിന്റെ നടുക്ക് നമ്മൾ സബ്ജക്റ്റിനെ വെച്ച് കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞത്. ഈ ഗ്രാമർ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ഇത് മഹിജ മാഡത്തിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇന്ന് പഠിച്ചതാണ്. എന്നിട്ട് അവർ കുറെ സെന്റൻസുകൾ ഉണ്ടാക്കി. നിങ്ങൾക്ക് ഒരു കാറുണ്ടോ? അപ്പോ അത് നിങ്ങൾ ഇപ്പൊ ഉത്തരല്ലേ പറഞ്ഞത്? ആ ഡു യു ഹാവ് എ കാർ എന്നുള്ള അതിന്റെ നടുക്ക് എന്താ? ഡു ആൻഡ് ഹാവിന്റെ നടുക്ക് യു വെച്ച് കൊടുത്തു. ഇനിയിപ്പോ എനിക്കൊരു കാറുണ്ടോന്ന് എങ്ങനെ ചോദിക്കും? ആ യു മാറ്റിയിട്ട് അവിടെ ഐ വെച്ചു കൊടുത്താൽ മതി. സിമ്പിൾ ആണ്. അപ്പൊ എങ്ങനെ പറയും? ഡു ഐ ഹാവ് എ കാർ. ഡു ആദ്യം നിങ്ങൾ പറഞ്ഞത് ഡു യു ഹാവ് എ കാർ, നിങ്ങൾക്കൊരു കാർ ഉണ്ടോന്ന് ചോദിക്കാൻ ഡു യു ഹാവ് എ കാർ എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. ആ സെന്റൻസിന്റെ തുടക്കം നിങ്ങൾ ശ്രദ്ധിക്കുക. ഡു പിന്നെ ഒരു ഹാവ്, ഇതിന്റെ രണ്ടിന്റെ നടുക്കാണ് യു വെച്ച് കൊടുത്തത്.
അപ്പൊ ആ സെന്റൻസ് ഡു യു ഹാവ് എ കാർ എന്ന് വന്നു. Yeah. ഇനി എനിക്കൊരു കാറുണ്ടോ എന്ന് ചോദിക്കാൻ ആ യു അങ്ങോട്ട് മാറ്റിയിട്ട് അവിടെ നടുക്ക് ആ സ്ഥാനത്ത് ഐ വെച്ചു കൊടുത്താൽ മതി. Okay. അപ്പൊ എനിക്കൊരു കാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? Do I have a car? സിമ്പിൾ അല്ലേ? ഡു ഐ ഹാവ് എ കാർ. Yeah. ഇനി അവർക്കൊരു കാറുണ്ടോ എന്ന് ചോദിക്കാൻ എങ്ങനെയാ? അവർ എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ദേ ആണ്. Okay. Do they have a car? സിമ്പിൾ അല്ലേ? ഇപ്പൊ പിടികിട്ടിയില്ലേ? Yeah. Pretty. ഇനി ഞങ്ങൾക്കൊരു കാറുണ്ടോ അതെങ്ങനെ ചോദിക്കും? Do we have a car? അപ്പൊ ഈ കാര്യം വളരെ സിമ്പിൾ ആയിട്ട് പിടികിട്ടിയില്ലേ? Pretty. ഇത് ഞാൻ ഇന്ന് പഠിച്ചിട്ടേ ഉള്ളത്. കാരണം ഞാൻ ഗ്രാമർ അധികം പഠിക്കാത്ത ഒരാളാണ്. പക്ഷേ ഈ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ച മഹിജ മാഡം ഇന്ന് ഷാജി എന്ന് പറഞ്ഞ് അയാൾ ഓട്ടോ ഡ്രൈവറാന്നാ പറഞ്ഞത്. അയാൾ ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്തിട്ട് വെറും 2 ദിവസമായിട്ടുള്ളൂ. അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടാണ് ഞാനും ഈ ഗ്രാമർ പഠിച്ചത്. ഇനി ഈ ഗ്രാമറിന്റെ ഉറവിടം എവിടെയാണെന്ന് വെച്ചാല് നമ്മുടെ ഗ്രൂപ്പിലെ ശ്രീപ്രിയ ടീച്ചറാണ്. ശ്രീപ്രിയ ഗ്രാമർ പഠിപ്പിക്കുന്നുണ്ട്. ശ്രീപ്രിയയുടെ ക്ലാസ്സിൽ നിന്നാണ് ഇവരെല്ലാം പഠിച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേറെ ആൾക്കാർ പഠിച്ച ഗ്രാമർ നമുക്ക് ഇവരോട് സംസാരിക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും കിട്ടും. അപ്പൊ ഈ ഡു അത് കൂടാതെ ഹാവ് ഇതിന്റെ രണ്ടിന്റെ നടുക്ക് സബ്ജക്റ്റിനെ വെച്ച് കൊടുക്കണമെന്നുള്ള റൂളാണ് ഈ മഹിജ മാഡം പറഞ്ഞത്. അപ്പൊ ഇപ്പൊ 4 സബ്ജക്റ്റിനെ ഞാൻ പറഞ്ഞു. ആ 4 സബ്ജക്റ്റിനെ ഒരുമിച്ച് പറയാനായിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് ഇവിടെ ഗ്രാമർ പഠിപ്പിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു ട്രിക്കാണ് അയ്യോ ദേവി എന്നാണ്. പക്ഷേ ഈ അയ്യോ ദേവി എന്ന് എല്ലാവരും പറയുമെങ്കിൽ അത് എന്താണെന്ന് ഇംഗ്ലീഷിൽ എന്താണെന്ന് പലർക്കും അറിയില്ല. നേരത്തിന് അറിയാമോ ഈ അയ്യോ ദേവി എന്താണെന്ന്? അയ്യോ ദേവി അത് പ്ലൂറൽ സബ്ജക്റ്റ് അല്ലേ? അതെ, പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. പക്ഷേ പറയുമ്പോ അയ്യോ ദേവി എന്നാണ് എല്ലാരും പറയുന്നത്. ശരിക്ക് അത് തെറ്റാണ്. അയ്യോ ദേവി അല്ല, ഐ യു ദേവി. ഈ 4 വാക്കുകൾ ചേർത്തിട്ട് ഇവര് ഓർത്തിരിക്കാൻ വേണ്ടി അയ്യോ ദേവി എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ പോയിട്ട് ദേവിനെ വിളിക്കണ പോലെ വിളിക്കും. അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ് അത് അയ്യോ ദേവി. അപ്പോ പ്ലൂറൽ ആയിട്ടുള്ള 4 സബ്ജക്റ്റുകളാണ് പ്രധാനമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി സിംഗുലർ ആയിട്ട് വരുന്ന 3 സബ്ജക്റ്റുകൾ ഉണ്ട്. അത് ഏതൊക്കെയാന്ന് അറിയാമോ? കറക്റ്റ്. ഹി ഷീ ഇറ്റ്. ശരിക്ക് പറയുകയാണെങ്കിൽ സിംഗുലർ ഹി ഷീ ഇറ്റ് 3 എണ്ണവും പ്ലൂറല് ഐ യു ദേവി 4 എണ്ണവും ചേർത്താൽ എത്രയായി? ടോട്ടൽ എത്രയായി? 7 എണ്ണം ഉണ്ടെന്നാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ 7 അല്ല. അല്ലെങ്കിൽ ഇതിന്റെ ലിസ്റ്റ് ഇന്റർനെറ്റിൽ കിട്ടും. ആ ലിസ്റ്റ് ഏതാണ്ട് 50-ലും കൂടുതൽ 100-നടുത്ത് സബ്ജക്റ്റുകൾ ഉണ്ട് നമ്മൾ നിത്യം ഉപയോഗിക്കുന്നത്. അതെല്ലാം കൂടി ഇപ്പൊ പറഞ്ഞ് പഠിപ്പിക്കാൻ പോയാൽ സമയം കിട്ടില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ പ്ലൂറൽ 4 എണ്ണം അയ്യോ ദേവിയും സിംഗുലർ ഹി ഷീ ഇറ്റും മാത്രം പഠിപ്പിക്കുന്നത്.